ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകപ്പെട്ട തിരുവചനം ഞാൻ വായിക്കുന്നു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശലോമോൻ എഴുതപ്പെട്ട ഈ തിരുവചനത്തിൽ സഭയാകുന്ന പ്രിയയെ കാന്തനാകുന്ന ക്രിസ്തു നോക്കിയിട്ട് വിലയിരുത്തി തൻ്റെ അഭിപ്രായം കാന്തയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രിയേ, നീ സുന്ദരി തന്നെയാണ്. ആവർത്തിച്ചു പറയുന്നു, നീ സുന്ദരിയാണ്. ദൈവസഭയ്ക്ക് വാസ്തവത്തിൽ എപ്പോഴാണ് സൗന്ദര്യം വർദ്ധിക്കുന്നത്? ദൈവവചനം അനുദിനം വചനത്തോട് ചേർന്ന് നിന്ന് വചനത്തിനു വേണ്ടി വില കൊടുക്കുമ്പോഴാണ് സഭ സുന്ദരിയായിത്തീരുന്നത്. ആരാണ് സഭ? ദൈവത്താൽ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ ദൈവമക്കളും യേശുവിൻ്റെ വചനത്തെ കണ്ടെത്തി അതിനെ ഭക്ഷിച്ച് അതിൽ അനുസരണം കാണിച്ച് ദൈവ വഴികളിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ നോക്കിയിട്ട് നമ്മുടെ കാന്തനാകുന്ന ക്രിസ്തു പറയും, എൻ്റെ പ്രിയേ, നീ സുന്ദരി തന്നെ. നമുക്ക് ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഇന്നത്തെ ആത്മീയ ലോകത്തിൻ്റെ അശുദ്ധിയും അഴുക്കുകളും കാണുമ്പോൾ ശമൂവേലിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഏലി പുരോഹിതനുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ പുരോഹിതൻ്റെ കണ്ണുകൾ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടതാണെങ്കിലും പക്ഷേ ഏലിയുടെ കാലഘട്ടത്തിൽ ദൈവം ഒരു ബാലനെ എഴുന്നേൽപ്പിക്കുകയാണ്. വചനം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ട ദൈവത്തിൻ്റെ അഭിഷക്തൻ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ധാർമ്മികമായ അതിർവരമ്പുകളും ലംഘിച്ച് താനും തൻ്റെ മക്കളും ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശമൂവേലിനെ വിളിക്കുകയാണ്. ശമൂവേലിൻ്റെ സമർപ്പണം ഇങ്ങനെയായിരുന്നു: ഇതാ ഞാൻ, അടിയനിതാ, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ദൈവശബ്ദം അതുപോലെ മാറ്റം വരാതെ അതുപോലെ പ്രസ്താവിക്കുന്ന ഒരനുഭവത്തെയാണ് പരിശുദ്ധാത്മാവിലൂടെ കാണിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും നമുക്കൊരു ദൈവത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ആ ദൈവവചനത്തിൻ്റെ മുൻപാകെ അടിയനിതാ എന്ന് പറയുവാൻ, അടിയനോട് അരുളി ചെയ്യണമേ എന്ന് പറയുവാൻ, ദൈവപാദപീഠത്തിൽ സമർപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകണം. ആരും ആയിക്കോട്ടെ, ഏത് ഡിനോമിനേഷനോ ആയിക്കോട്ടെ, ഏത് സഭാവിഭാഗക്കാരോ ആയിക്കോട്ടെ, നമ്മൾ കേൾക്കുന്ന വചനത്തിന് മുൻപാകെ നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവികമായ വഴിവിട്ട് നടക്കുന്ന മതനേതാക്കന്മാർ, മതപുരോഹിതന്മാർ, അവരുടെ തലമുറകൾ അത് കണ്ട് മനസ്സു വേദനിച്ചിട്ടാണെങ്കിലും നമ്മുടെ പ്രിയനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ പ്രിയൻ നമ്മെക്കുറിച്ച് ഇങ്ങനെ പറയും: എൻ്റെ പ്രിയേ, നീ സുന്ദരിയാണ്, നീ സുന്ദരി തന്നെയാണ്. ലോകത്തിൻ്റെ കളങ്കം നമ്മുടെ ജീവിതത്തിൽ പറ്റരുത്. പണം വർദ്ധിക്കുമ്പോൾ, അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ലോകത്തിലുള്ള മറ്റുള്ളവരെ നാം വിലയില്ലാത്തതായി പരിഗണിക്കാതെ ആ തിരുവചനത്തിന് മുൻപാകെ എല്ലാറ്റിനും മുൻപേ ആ ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കുവാൻ, വീഴ്ചയ്ക്ക് മുമ്പ് താഴ്മ ധരിക്കുവാൻ തയ്യാറായാൽ പ്രിയമുള്ളവരെ, ഒരു ദൈവീക കരം നമുക്ക് അനുകൂലമായി വ്യാപരിക്കും. 1-ാം നൂറ്റാണ്ടിലെ ദൈവശക്തി ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നാം അറിയാതെയെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട്. നാം ചിന്തിച്ചിട്ടുണ്ടോ പ്രിയരെ?
അനന്യാസിനെ, സഫീറയെ, അവരുടെ ജീവൻ അറ്റുപോയ നിമിഷങ്ങൾ, 1-ാം നൂറ്റാണ്ടിലെ ദൈവശക്തിയുടെ മുൻപിൽ കള്ളം കാണിച്ചപ്പോൾ അവരുടെ മേൽ വന്ന ദൈവത്തിൻ്റെ കരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിൻ്റെ മുൻപാകെ എന്നെ തന്നെ ഒരു തിളങ്ങുന്ന കണ്ണാടിയായി, വചനത്തിൻ്റെ മുൻപാകെ എന്നെ തന്നെ അനുസരണ മനോഭാവമുള്ളവനായി, ആ വചനം അനുസരിക്കുന്നവനായി, വിഭാഗികതകളില്ലാതെ മറ്റു യാതൊരു വിധമായ അനീതിയും കാണിക്കാതെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവശബ്ദം കേട്ട് അതുമാത്രം പ്രസ്താവിക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ നോക്കി പറയും, എൻ്റെ പ്രിയേ, നീ സുന്ദരിയാണ്. അത് ക്രിസ്തുവിൽ എത്ര വലിയവരാണെങ്കിലും എത്ര ചെറിയവരാണെങ്കിലും ഒരു സഭാവിശ്വാസിയാണെങ്കിലും നമ്മെ നോക്കി ദൈവം പറയും, മൈ ബിലൗഡ്, യു ആർ മൈ ബ്യൂട്ടി. എൻ്റെ സുന്ദരിയാണ് നീ. ദൈവത്തിൻ്റെ സൗന്ദര്യമാണ് പ്രിയരെ ദൈവത്തിൻ്റെ സഭ. ആകയാൽ ഈ തിരുവചനങ്ങളാൽ ഈ വിശുദ്ധ സഭായോഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ദൈവിക സൗന്ദര്യം എവിടെയാണോ നഷ്ടപ്പെട്ടതെന്നോർത്ത് സൗന്ദര്യത്തിനായി ദൈവത്തിൻ്റെ കരങ്ങളിൽ, ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.